ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7. എല്ലാവരും ലാലേട്ടൻ്റെ സാറ്റർഡേ എപ്പിസോഡ് കണ്ടല്ലോ അല്ലേ? ലാലേട്ടൻ അത്രയൊക്കെ ചോദിച്ചിട്ട് അനുമോൾ നിന്ന് ആ ഒരു നിൽപ്പ് നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഏതായാലും ലാലേട്ടൻ്റെ ചോദ്യത്തിന് മുന്നിൽ അനുമോൾ കുലുങ്ങിയില്ല. പക്ഷേ അനുമോളുടെ നിൽപ്പിൻ്റെ മുമ്പിൽ ലാലേട്ടൻ കുലുങ്ങിയെന്ന് തോന്നുന്നു. പാവം മനുഷ്യൻ. പിന്നെ പ്രേക്ഷകരൊന്നും ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു വിഷയം തീർക്കാൻ അവിടെ സാധിച്ചിട്ടില്ല. ശരിക്കും ആ ഒരു വിഷയം അനുമോളോട് കണ്ടോ എന്ന് ചോദിച്ച് തീർക്കേണ്ട ഒരു വിഷയമായിരുന്നില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ആ ഒരു ആക്ട് അതെല്ലാം റോങ് ആയിരുന്നു എന്നും ബോധ്യപ്പെടുത്തുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ കാര്യങ്ങൾ വേറെ റൂട്ടിൽ കൊണ്ടുപോകാനാണ് ബിഗ് ബോസിന്റെ ടീം തീരുമാനിച്ചത്. പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും, അനുമോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അനുമോൾക്ക് പണിഷ്മെന്റ് കൊടുത്തില്ല, ആ വീഡിയോ കാണിച്ചു കൊടുത്തില്ലല്ലോ, അപ്പോൾ അനുമോൾ പറയുന്ന പോലെ എന്തെങ്കിലും അനുമോൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാരും ഉണ്ട്. എനിവേ അനുമോളുടെ ഫാൻസിനും PR-നും സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകാർക്കും ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ അനുമോളെ എക്സ്പോസ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അനുമോളോട് എത്ര ആവർത്തിയാണ് ഞങ്ങളത് നോക്കി, ഞാനത് നോക്കി, 5-6 മണിക്കൂർ ഞങ്ങളുടെ ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരും നോക്കി, എന്നിട്ട് ഞങ്ങളൊന്നും കാണാത്തത് നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് ലാലേട്ടൻ ചോദിച്ചു. അതിലൂടെ ഈ ഒരു ഷോയിലെ ഹോസ്റ്റിനെ പോലും വിശ്വസിക്കാൻ തയ്യാറാവാത്ത അനുമോളെ നമുക്ക് കാണിച്ചു തന്നു. ചെറിയ കാര്യങ്ങൾ പോലും കരഞ്ഞു നിലവിളിച്ചിരുന്ന അനുമോൾ ഫേക്ക് ആണെന്ന് പറയുന്നില്ല, പക്ഷെ അനുമോളുടെ കരച്ചിൽ ഫേക്ക് ആണെന്ന് നമുക്ക് കാണിച്ചു തന്നില്ലേ? അനുമോൾ തുടക്കത്തിലൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, എനിക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും കരച്ചിൽ വരും, ഞാൻ അങ്ങനെയാ. ഇപ്പൊ നോക്കുമ്പോൾ അതൊക്കെ ആക്ടിങ് വേറെ ലെവൽ എന്ന് തന്നെ പറയണം. ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചതിനെ പറ്റി ലാലേട്ടൻ പറഞ്ഞത് നാണം കെട്ട ആക്ട് എന്നാണ്. പൊതുമധ്യത്തിൽ വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ആക്ട് തെറ്റായി പോയെന്ന് ആ ഒരു ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞ വ്യക്തി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ട് പോലും അനുമോൾക്ക് അത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ലെന്നും അനുമോൾ അതിന് മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും നമുക്ക് കാണിച്ചു തന്നു. ആക്ച്വലി ഇവിടെ അനുമോൾ ബിഗ് ബോസിനെ അല്ലേ വെല്ലുവിളിച്ചത്? കണ്ടു എന്ന് പറഞ്ഞ് ഇൻഡയറക്ട്ലി ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യുകയല്ലേ ചെയ്തത്. ഒപ്പം അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ തരുന്ന പൈസയ്ക്ക് അനുമോൾ പണിയെടുക്കുന്നുണ്ട്, അവരുടെ പേയ്മെന്റിനനുസരിച്ചിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, അവർക്ക് റേറ്റിംഗ് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയല്ല അതിലൊരു കണ്ടസ്റ്റന്റ് പറയുന്നത് ആ ഷോയ്ക്ക് നല്ലതല്ല. സോ ഞാൻ കാരണമാണ് ബിഗ് ബോസിന് TRP കൂടുന്നതെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ. അങ്ങനെ ഫാൻസും ആർമിയൊക്കെ ഉള്ള ഒരാൾ ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും നെഗറ്റീവ് ആകുമെന്ന് ഉറപ്പിച്ച് പ്രിപ്പയർ ചെയ്ത് നിൽക്കുമ്പോൾ അവർക്ക് ആ രീതിയിലുള്ള ഒരു കണ്ടന്റ് ബിഗ് ബോസ് കൊടുത്തില്ല. വീഡിയോ കാണിച്ചു കൊടുത്ത് അതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അനുമോൾക്ക് ഒരു ശിക്ഷ കൊടുത്താൽ സഹതാപ തരംഗത്തിലൂടെ അവർ വീണ്ടും മുന്നിലേക്ക് കയറി വരും. അതിനവർ ആഗ്രഹിക്കുന്നില്ല. പകരം അനുമോൾ തരുന്ന മാക്സിമം കണ്ടന്റ് എടുക്കാൻ അവർ നോക്കും. കൂടാതെ വരും ദിവസങ്ങളിൽ അനുമോളുടെ പ്രാധാന്യം കുറച്ചുകൊണ്ട് മസ്താനിയെ പൊക്കിയെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ മസ്താനിക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത്. അനുമോൾ പറഞ്ഞ പോലെ അനുമോളുടെ കയ്യിൽ റേറ്റിംഗ് അങ്ങനെ കൂട്ടാനുള്ള കണ്ടന്റ് ഒന്നുമില്ല. കൂടാതെ പ്രേക്ഷകരുടെ വോട്ട് കുറവായതുകൊണ്ട് പുറകെ നടന്ന് ചൊറിഞ്ഞ് അനുമോൾക്ക് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന അപ്പാനി ഈ ആഴ്ച എവിക്റ്റായി പോയി. പിന്നെ ആകെ ബാക്കിയുള്ളത് ആ റിപ്പീറ്റഡ് കണ്ടന്റ് ആണ്. സദാചാര കണ്ടന്റും കുലസ്ത്രീ കണ്ടന്റും. അതാണെങ്കിലും അടുത്തു തുടങ്ങി. അത് വെച്ച് വണ്ടി അധികം നാൾ ഓടില്ലെന്ന് ബിഗ് ബോസ് ടീമിനും മനസ്സിലായിട്ടുണ്ട്. PR ഒക്കെ കാണുമായിരിക്കും, ടോപ്പ് 5-ൽ എത്തുമായിരിക്കും. പക്ഷെ മൊത്തത്തിൽ ആ ഒരു ക്യാരക്ടർ ശോകമാണ്. സോ നൈസായിട്ട് അനുമോളെ സൈഡാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മസ്താനി ആയിരിക്കും അവർ പകരമായിട്ട് കണ്ടിരിക്കുന്നത്. ഏതായാലും ഗെയിം മൊത്തത്തിലൊന്ന് തിരിയാൻ പോവുകയാണ്. ഈ ആഴ്ച എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും പുതുതായിട്ടുണ്ടാവുക എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്